വെള്ളിനഴി ചെങ്ങണിക്കോട്ടുകാവ് ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം പനമണ്ണ ശശി, ചെർപ്പശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പക അരങ്ങേറി. വള്ളുവനാട്ടിലെ പുരാതന ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് വെള്ളിനഴി ചെങ്ങണിക്കോട്ടുകാവ്. നവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. സെപ്റ്റംബർ 22 ആരംഭിച്ച നവരാത്രി ആഘോഷങ്ങൾ ക്ഷേത്രത്തിൽ തുടർന്നു വരികയാണ്. എല്ലാ ദിവസവും നിറമാല, വിശേഷാൽ പൂജകൾ, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി തുടങ്ങിയവ വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ശനിയാഴ്ച നൃത്തതി കാന്തള്ളൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളി, തുടർന്ന് പനമണ്ണ ശശി, ചെർപ്പശ്ശേരി രാജേഷ് എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഒക്ടോബർ 1 മഹാനവമി ദിനത്തിൽ മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ, വിജയദശമി ദിനമായ ഒക്ടോബർ 2 വാഹനപൂജ, സരസ്വതി പൂജ, വിദ്യാരംഭം കുറിക്കൽ എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. ശ്രീ ചെങ്ങണിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നവരാത്രി 6-ാം ദിവസം. ആദ്യമായി നടന്ന ചടങ്ങ് സരസ്വതി മണ്ഡപം ഭഗവതിക്ക് വേണ്ടി സമർപ്പിക്കലായിരുന്നു. തുടർന്ന് നൃത്യതി കാന്തള്ളൂർ അവതരിപ്പിച്ച തിരുവാതിരക്കളി ഉണ്ടായി. ഇപ്പോൾ വേദിയിൽ തായമ്പക ശ്രീ പനമണ്ണ ശശി അവർകളും ചെർപ്പശ്ശേരി രാജേഷ് അവർകളും ചേർന്ന് അവതരിപ്പിക്കുന്ന തായമ്പക നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ 29-ന് പൂജവെപ്പ് ആരംഭിക്കും. വിദ്യാരംഭം 2-ാം തീയതിയാണ്. ഈ ക്ഷേത്രത്തിൽ മൂകാംബിക ദേവിയുടെ സങ്കല്പം ഉള്ളതിനാൽ ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ വാഹന പൂജ എന്നിവയും ഇവിടെ വളരെ വിശേഷാൽ പൂജകളാണ്. ക്ഷേത്രത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാട്ടുകാരും ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയൊരു ആഘോഷം മനോഹരമായി ചെയ്യാൻ സാധിച്ചത്. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.